ഹായ്, ഞാൻ സബിത സാർ. ഇനി ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫാമിലി ഡേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഹാപ്പി ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. പലപ്പോഴും പല ആളുകൾ ഇവിടെ ക്ലിനിക്കിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോകുക, ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവരെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹാപ്പിനെസ് അവർക്കും കൂടെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പുറത്ത് പോകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും അങ്ങനെ പറയുന്ന സമയത്ത് ഭർത്താക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, മാം എങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ലൈഫ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഫൈനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടാണ്, അതിനിടയിൽ ഒരു ട്രിപ്പ്, ആഴ്ചയിൽ ഒരു ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലൈഫിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ ഒരു ഡേ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, എങ്ങനെയാണ് അങ്ങനെ പോകാൻ കഴിയും എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാശ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരുപാട് സമ്പാദിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോകാം, എൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാം എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. ഇന്നത്തെ ഡേ ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഒരു പക്ഷേ നിങ്ങളുടെ തിരക്കുകൾ കഴിഞ്ഞ് കൊണ്ടുപോകാൻ അവരുണ്ടായിരിക്കണമെന്നില്ല, ഒരു പക്ഷേ നിങ്ങളുണ്ടായിരിക്കണമെന്നില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് വളർന്നു വരും, അവർക്ക് ആ 4, 5, 6, 7 ഈ വയസ്സുകളൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയാതെ പോയിന്ന് വരാം. തിരിച്ച് വീണ്ടും ആ ഏജ് തിരിച്ച് വരണമെന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് എങ്ങനെ ഫൈനാൻഷ്യലി ഇത് മാനേജ് ചെയ്ത് എങ്ങനെ സാധാരണക്കാരായ ആളുകൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഡേ, ഒരു ഹാപ്പി, ഒരു ഫാമിലി ഡേ, പുറത്ത് പോവാം, പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിടുക എന്നുള്ളതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ബോക്സാണ്, ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് വൈകും. അപ്പോൾ ഇവന് ക്ലാസ് കഴിഞ്ഞ് വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ അപ്പോൾ ഒരു മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ തോന്നി, ഞാനിങ്ങനെ മിഠായി ഡെയിലി കൊണ്ടുകൊടുത്ത് അവനെ ഹാപ്പി ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത് അവൻ്റെ ഹെൽത്തിനെ ബാധിക്കാം. ഡെയിലി ഇത്രയും ഷുഗർ അവൻ്റെ ബോഡിയിലോട്ട് എത്തുന്നത് അതൊരു നല്ലൊരു പ്രവണതയല്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ്, എങ്കിൽ ഇതുപോലൊരു ബോക്സ് വാങ്ങിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കൊടുക്കുന്ന അഥവാ മിഠായിക്ക് വേണ്ടി ഞാൻ വാങ്ങുന്ന ക്യാഷ് അവന് കൊടുത്തിട്ട് അത് ഇതിൽ സേവ് ചെയ്ത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാം, വീക്ക്ലി ട്രിപ്പ് പോകുന്ന അല്ലെങ്കിൽ പുറത്തൊരു സൺഡേയിലൊക്കെ നമ്മൾ എല്ലാ സൺഡേസിലും പുറത്ത് പോകാറുണ്ട്. അപ്പോൾ സൺഡേ അവർക്ക് വേണ്ടിയിട്ടൊരു ഡേ നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് എല്ലാ ദിവസവും തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഞായറാഴ്ച ദിവസമായിരിക്കും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. അതൊരു ക്വാളിറ്റി ഡേ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോകുന്ന സമയത്ത് ഇതിൽ എത്രയാണോ എമൗണ്ട് ഉള്ളത് അതിന് അവനക്കൊരു ടോയ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം അവന് വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് മിഠായി ആണോ വേണ്ടത് അതോ ക്യാഷ് ആണോ വേണ്ടത്? ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിലിട്ട് വെച്ചാൽ നമ്മൾ ഞായറാഴ്ച പുറത്ത് പോകുമ്പോൾ ആ ക്യാഷിന് എനിക്ക് ഞാനൊരു ടോയ് വാങ്ങിച്ചു തരും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ചിലപ്പോൾ 10 രൂപ കൊടുക്കും, ചിലപ്പോൾ 50 രൂപ കൊടുക്കും, ചിലപ്പോൾ 100 രൂപ കൊടുക്കും, ചിലപ്പോൾ 5 രൂപ കൊടുക്കും. അങ്ങനെയുള്ള ക്യാഷുകൾ നമ്മൾ ഇതിൽ ഇട്ട് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കിട്ടാൻ തുടങ്ങി. അതല്ലെങ്കിൽ ഒരു നല്ല ഫുഡ്, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ജസ്റ്റ് ഒരു പാർക്കിൽ പോകുന്നത് അല്ലെങ്കിൽ ബീച്ചിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രിപ്പ്. ഇത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത പാർക്കിൽ പോയിട്ട് പോരും. ഇതിൽ വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ട് പോരും. അങ്ങനെ ഓരോന്നിനനുസരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് ഇനിയിപ്പോൾ എങ്ങനെ കിട്ടുന്ന ക്യാഷ് ആണെങ്കിലും എനിക്ക് മിഠായി വേണ്ട, അമ്മച്ചി പൈസ തന്നാൽ മതി, ഞാൻ ഇതിൽ ഇട്ടോളാം, അല്ലെങ്കിൽ 6 ക്യാഷ് കൊടുത്താൽ നമ്മൾ ഇതിൽ കൊണ്ടുവിടും. കാരണം ഇതിൽ കൂടുതൽ എമൗണ്ട് ആവണ്ടേ. അപ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അത്ര മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, സാധാരണക്കാരായ ആളുകളുണ്ടാവും, അവർക്കിത് മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡേ കിട്ടുന്നത് ഒരു 1000 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൊരു 100 റുപ്പീസ് നിങ്ങൾ ഇട്ടാൽ മതി.
അതല്ലെങ്കിൽ 500 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് 50 രൂപ നിങ്ങൾക്ക് ഇടാനുണ്ടെങ്കിൽ അത് ഇടാം. ഇനി ഒന്നും ഇടാനില്ല 10 രൂപ എന്നുള്ളൂരിക്കും അത് ഇട്ടാൽ മതി. എന്നിട്ട് നിങ്ങളൊരു 15 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 1 മന്ത്, ഡെയിലി നിങ്ങൾ ട്രിപ്പ് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 2 വീക്സ് കൂടുമ്പോൾ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ മന്തിന് മാസം ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിലൊരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് മക്കളോടൊക്കെ പറയാം, ഇതിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മളുടെ ട്രിപ്പ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും ഒന്നും കഴിച്ച് ഒരിക്കലും അവർ കളയൂല. അവർക്ക് കിട്ടുന്നതൊക്കെ ഒരു മിഠായി വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ ട്രിപ്പ് പോകാനോ ബോക്സിലിടട്ടെ, ട്രിപ്പിൻ്റെ ബോക്സിലിടട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും ഇതിൽ സേവ് ചെയ്യാൻ തുടങ്ങും. ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മന്തിലി ഒരു തവണയെങ്കിലും ആ ക്യാഷ് എടുത്തിട്ട്, അഥവാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് അറിയാതെ ഇട്ട് എല്ലാവരും ഇട്ട് വന്നതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾക്ക് പോകുമ്പോൾ വേണമെങ്കിൽ പെട്രോൾ അടിക്കാം, പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, ഫുഡ് കഴിക്കാം, ഇത്തരത്തിലുള്ളൊരു ആ എമൗണ്ടിനനുസരിച്ച് ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഹാപ്പി ആവും, നിങ്ങളുടെ മക്കൾ ഹാപ്പി ആവും. ഡെയിലി അവർക്കൊരു ട്രിപ്പ് കിട്ടുമ്പോൾ ഒരു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, എനിക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം.